കാസർഗോഡ് നിന്നൊരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് ആ ജാഥ. കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്നതോ കേരളത്തിന്റെ പൊതുവികസനത്തെ സംബന്ധിക്കുന്നതോ ആയ യാതൊന്നും ചർച്ച ചെയ്യുന്നതല്ല ആ ജാഥ. പച്ചക്കള്ളം, വ്യാജ പ്രചരണങ്ങൾ നിരന്തരം ആവർത്തിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണ സംവിധാനമാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു ജാഥയുമായി കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ അസാധാരണമായ തൊലിക്കെട്ടി ഉണ്ടാവണം കോൺഗ്രസിന്. എന്തുകൊണ്ട്? സമീപകാലത്ത് കോൺഗ്രസ് ഈ കേരളത്തോട്, കേരളത്തിലെ ജനങ്ങളോട് ചെയ്തിട്ടുള്ള പൊറുക്കാനാവാത്ത വഞ്ചനയും നീതികേടും എത്ര വലുതാണ്. കഥകളിലും നോവലുകളിലുമെല്ലാം നമ്മൾ വായിച്ചിട്ടുള്ളതിനേക്കാൾ അവിശ്വസനീയമായ വഞ്ചന, അനീതി. ലോകപ്രശസ്തനായ എഴുത്തുകാരനാണ് വിക്ടർ ഹ്യൂഗോ. ലോകമെമ്പാടുമുള്ള നിസ്വരായ ജനത ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ അദ്ദേഹത്തിന്റെ വിശ്രുതമായ സാഹിത്യ സൃഷ്ടിയാണ് പാവങ്ങൾ. പാവങ്ങൾ വായിച്ചിട്ടുള്ളവരുണ്ടാവും ധാരാളമായി ഇവിടെ. ഞാനതിന്റെ കഥയിലേക്കോ കഥാസാരത്തിലേക്കോ കടന്നു പോകാനല്ല ഇപ്പൊ പരാമർശിച്ചത്. മറിച്ച് വിശ്വസാഹിത്യ കൃതികളിൽ അദ്വിതീയമായ സ്ഥാനമുള്ള പാവങ്ങളിൽ വിക്ടർ ഹ്യൂഗോ സൃഷ്ടിച്ചൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന്റെ പേര് തെനാർദിയർ എന്നാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെ കഥാപാത്രം തന്നെ. ആ കഥാപാത്രത്തെ ക്രൂരതയുടെ, മനുഷ്യത്വരാഹിത്യത്തിന്റെ, വഞ്ചനയുടെ, നീചമായ മാനസികാവസ്ഥയുടെ ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ചിത്രീകരിച്ചത്. വായനക്കാരൻ ആ നിലയിൽ തന്നെ ആ കഥാപാത്രത്തെ തിരിച്ചറിയാൻ, ആ കഥാപാത്രത്തിന്റെ ക്രൂരതകളും മനുഷ്യത്വരാഹിത്യവും വായനക്കാരന്റെ മനസ്സിൽ പതിയാൻ വിക്ടർ ഹ്യൂഗോ ആ കഥാപാത്ര ചിത്രീകരണം നടത്തുമ്പോൾ ആ മനുഷ്യത്വരാഹിത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കാര്യം അതിൽ എഴുതി ചേർക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ കഥാപാത്രം മരിച്ചു കിടക്കുന്ന മനുഷ്യരെ, യുദ്ധത്തിൽ മരിച്ചു കിടക്കുന്ന മനുഷ്യർ, യോദ്ധാക്കൾ, ഓരോ മൃതശരീരത്തിന്റെയും അടുത്തു ചെന്ന് ജീവൻ പോയി എന്ന് ഉറപ്പുവരുത്തി കയ്യിലണിഞ്ഞിരിക്കുന്ന മോതിരം, ആഭരണങ്ങൾ, കൈവശമുള്ള കാശ് ഒക്കെ അടിച്ചു മാറ്റും, മോഷ്ടിക്കും. മൃതശരീരങ്ങളിൽ നിന്നും വസ്തുവകകൾ മോഷ്ടിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും നീചൻ എന്നാണ് ആ കഥയിലൂടെ ഹ്യൂഗോ, ആ നോവലിലൂടെ പറയാൻ ശ്രമിച്ചത്. യാദൃച്ഛികമെന്നോണം ഞാൻ ആ നോവൽ വായിക്കാനിടയായത് വർഷങ്ങൾക്ക് മുൻപ് വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ ജയിലിൽ കിടക്കുമ്പോഴാണ് ആ പുസ്തകം വായിച്ചത്. കോഴിക്കോട് ജില്ലാ ജയിലിൽ അന്ന് ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് തടവുകാർ, കുറ്റവാളികളുണ്ട്. അതിൽ പോക്കറ്റടിക്കാരും മോഷ്ടാക്കളും ബാങ്ക് കൊള്ളയടിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, അവരുമായെല്ലാം പരിചയപ്പെടുമ്പോഴും സംസാരിക്കുമ്പോഴും പോക്കറ്റടിക്കാരും മോഷ്ടാക്കളുമായ ആ കള്ളന്മാരെല്ലാം അവർ നീചമായി കരുതി അകറ്റി നിർത്തുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗം ആരെങ്കിലും അസുഖം ബാധിച്ചു, അപകടം പറ്റിയോ ഒക്കെ എവിടെയെങ്കിലും റോഡ് സൈഡിൽ മരിച്ചു കിടന്നാൽ ആ മൃതശരീരത്തിൽ നിന്നൊന്നും മോഷ്ടിക്കാൻ പാടില്ല. അതാണ് കള്ളന്മാരുടെ ഇടയിലെ പൊതുവായ ഒരു തത്വശാസ്ത്രം. അങ്ങനെ മോഷ്ടിക്കുന്നവരെ കള്ളന്മാർക്കിടയിൽ പ്രചാരമുള്ള ഒരു ഭാഷ, ആ ഭാഷ ഒരു കോഡ് വാക്കുണ്ട്, ശവം തൂക്ക് എന്നാണ് പറയുക. ഇവൻ ശവം തൂക്കാണെന്ന് പറഞ്ഞാൽ മൃതദേഹത്തിന്റെ പോക്കറ്റ് അടിക്കുന്നവനാണ് എന്നാണ് അർത്ഥം. അയാളോട് ഒരു കള്ളനും മിണ്ടില്ല, മറ്റ് കള്ളന്മാരുടെ സെല്ലിൽ കടക്കാൻ സമ്മതിക്കില്ല, ശവം തൂക്കിന്റെ കൂടെ ജയിലിൽ ഭക്ഷണം കഴിക്കില്ല, ഏറ്റവും നികൃഷ്ടനായ നീചനായ ഒരാളാണ് എന്ന് മറ്റു കള്ളന്മാർ പോലും പറയും. അപ്പോ മോഷ്ടാക്കളായിട്ടുള്ളവർ, പോക്കറ്റടിക്കാരായിട്ടുള്ളവർ പോലും നീചമായി കരുതി അകറ്റി നിർത്തുന്ന വിഭാഗമാണ് ഈ വിഭാഗം. ഞാൻ ഇത്രയൊക്കെ ഇവിടെ പറയാൻ കാരണം, ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ ഈ കാലത്ത്
വിലക്കെടുക്കപ്പെട്ട മാധ്യമങ്ങളുടെ പിന്തുണയോടെ മേനി നടിച്ച് ജാഥ നടത്തുന്നവർ ഒരാണ്ടപ്പുറം നമ്മുടെ വയനാട്ടിൽ ഇന്ന് വരെ ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രൂക്ഷമായ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം പ്രസിദ്ധീകരിച്ച എല്ലാ മലയാള പത്രങ്ങളുടെയും തലക്കെട്ട് ഒന്നായിരുന്നു. ഇതിനു മുൻപ് അങ്ങനെ ഉണ്ടായിട്ടില്ല. മനോരമ, മാതൃഭൂമി, ചന്ദ്രിക, ദേശാഭിമാനി, ജനയുഗം, വീക്ഷണം എന്ന് വേണ്ട മാധ്യമം, എല്ലാ കൗമുദി, എല്ലാ ദിനപത്രങ്ങളുടെയും തലക്കെട്ട് ഒരൊറ്റ വാക്കായിരുന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വാക്ക് ഉള്ളുപൊട്ടി എന്നാണ്. ഉരുൾപൊട്ടലാണ്, പക്ഷെ തലക്കെട്ട് കൊടുത്തത് ഉള്ളുപൊട്ടി എന്നാണ്. പത്രങ്ങൾ കൂടിയാലോചിച്ചു കൊടുത്തതല്ല, യാദൃച്ഛികമായി സംഭവിച്ചു. കാരണം അത്ര വലിയ ദുരന്തം കാണുമ്പോൾ സ്വന്തം ഉള്ളു പൊട്ടുന്ന വേദനയാണ് ഓരോ മലയാളിക്കും ഉണ്ടായത്. നൂറുകണക്കിന് മനുഷ്യർ മരിച്ചു. പിഞ്ചു കുഞ്ഞുങ്ങൾ, ചോരക്കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധർ വരെ കണ്ണടച്ചു തുറക്കുന്ന നിമിഷാർത്ഥത്തിൽ ശരീരം ഛിന്ന ഭിന്നമായി ആ ദുരന്തത്തിൽ മൃഗീയമായി കൊല്ലപ്പെട്ടു. ചാലിയാർ പുഴയിലൂടെ മൃതശരീരങ്ങൾ ഒഴുകി വന്നു. മനുഷ്യ ശരീരഭാഗങ്ങൾ, കയ്യും കാലും ശിരസുമൊക്കെ ഒഴുകി വരുന്നു. മനുഷ്യരെല്ലാം ഒരുമിച്ച് കൈകോർത്ത് ആ പുഴയിൽ നിന്നും മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും പരമാവധി കരയ്ക്കടുപ്പിച്ചു. എത്ര വലിയ ദുരന്തമാണത്! ഏത് ശിലാഹൃദയനും കരഞ്ഞു പോകുന്ന ദുരന്തം. അവിടെ ആ ദുരന്തബാധിതരായ മനുഷ്യർ, ചില വീട്ടിൽ ഒരാളൊക്കെയാണ് അവശേഷിച്ചത്, ചില വീട്ടിൽ 2 പേർ. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടവർ, ജീവിത പങ്കാളിയെ നഷ്ടപ്പെട്ടവർ, കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത കണ്ണുനീരിൽ ചാലിച്ച, മനുഷ്യരക്തത്തിലും കണ്ണുനീരിലും ചാലിച്ച ഒരു ദുരന്തമായി അത് മാറി. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട വിവിധ സംഘടനകളെല്ലാം അവരാലാവും വിധം പണം ശേഖരിച്ച് മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടി ചെലവഴിച്ചു. സർക്കാരിനെ ഏൽപ്പിച്ചു. സർക്കാർ അവിടെ വീടുകൾ നിർമ്മിച്ചു. ഇപ്പോ 2 ആഴ്ച കഴിഞ്ഞാൽ ആദ്യഘട്ടം വീടിന്റെ നിർമ്മാണം പൂർത്തിയായി. സുരക്ഷിതമായ നല്ല വീടുകൾ നിർമ്മാണം പൂർത്തിയായി വരുന്നു. 100-300 വീടുകളാണെന്ന് തോന്നുന്നു ഇപ്പൊ പൂർത്തിയായി വരുന്നത്. കൃത്യ എണ്ണം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇത്രയും ഇവിടെ പറയാൻ കാരണം, ആ സമയത്ത് ഇതുതന്നെ ഒരവസരം എന്ന് കണക്കാക്കി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പണപ്പിരിവ് നടത്തി. അവർ പ്രഖ്യാപിച്ചു 100 വീട് KPCC വെക്കും. യൂത്ത് കോൺഗ്രസ് പറഞ്ഞു 30 വീട് ഞങ്ങൾ വെക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞു 100 വീട് വെക്കും. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. 100 വീട് വെക്കുമെന്ന് പറഞ്ഞു. 100 വെക്കാൻ പറ്റിയില്ല, 75 ഉള്ളൂ. ശരി, അതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതിലൊന്നും ആർക്കും പരാതിയോ അത്ഭുതമോ വരില്ല. കാരണം നാളെ ഇതുവരെ കോൺഗ്രസ് പറഞ്ഞ ഒരു വാക്കും പാലിച്ചിട്ടില്ല. അപ്പൊ 100 പറഞ്ഞിട്ട് 75 ആയാലും നല്ല കാര്യം, വലിയ കാര്യം. എന്താ സംഭവിച്ചത്? മാസങ്ങൾ എത്ര കഴിഞ്ഞു, വർഷം കഴിഞ്ഞു. കേരളത്തിൽ നിന്നെമ്പാടും കോടികൾ പിരിച്ചു. എത്ര പണം പിരിച്ചു ഇന്ന് വരെ ആരോടും കണക്ക് പറഞ്ഞിട്ടില്ല. അവസാനം കേരളത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വലിയ വികാരം ഉയർന്നു വന്നപ്പോ ഏതാനും ദിവസം മുൻപ് 3 ഏക്കർ സ്ഥലം വാങ്ങി പോലും വയനാട്ടിൽ. അതിനെക്കുറിച്ച് തന്നെ പറയുന്നുണ്ട് മനുഷ്യവാസ യോഗ്യമല്ല എന്നുൾപ്പെടെ. അതൊന്നും എനിക്കറിയില്ല, ഞാൻ വിധിക്കാൻ നിൽക്കുന്നില്ല. പക്ഷേ 3 ഏക്കർ സ്ഥലത്ത് എങ്ങനെയാണ് 230 വീട് വെക്കുക? തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുന്നിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഒരു 3 ഏക്കർ സ്ഥലം വാങ്ങി അവിടെ ഇട്ടിരിക്കുകയാണ്. അത് മനുഷ്യവാസ യോഗ്യവുമല്ല. ഒരൊറ്റ വീട്, വീടിന്റെ തറക്കല്ലിടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു 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 മൺവെട്ടി മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. എത്ര പണം പിരിച്ചുവെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞു വന്നത് നമ്മുടെ സഹോദരങ്ങൾ പ്രകൃതി ദുരന്തത്തിൽ പിടഞ്ഞു വീണ് മരിച്ചപ്പോ ആ മൃതശരീരങ്ങളെ വെച്ചാണ് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ച് ഈ കാട്ടുകള്ളന്മാർ മോഷ്ടിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഞാനിത് പറയാൻ കാരണം ഇന്നാണ് പോലും പ്രതിപക്ഷ നേതാവിന്റെ ജാഥ വയനാട്ടിലെത്തുന്നത്.
മനുഷ്യത്വത്തിന്റെ കണികയുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് വയനാട്ടിലെ ജനങ്ങളോട്, കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. ചരിത്രത്തിലെ ഏറ്റവും മനുഷ്യത്വരഹിതമായ ഈ മോഷണം നടത്തിയതിന്റെ പേരിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കാട്ടുകള്ളന്മാർ നാളെ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? മൃതശരീരങ്ങളിൽ നിന്ന് അപഹരണം നടത്തുന്നവനാണ് ലോകത്തിലെ ഏറ്റവും നികൃഷ്ടനെന്ന് പറയുന്നുവെങ്കിൽ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എഴുതിയത്. അദ്ദേഹം ഇന്നാണ് പാവങ്ങൾ എഴുതിയെങ്കിലോ തെനാർദിയർ എന്ന കഥാപാത്രത്തിന്റെ പേര് എന്തായിരിക്കും എന്ന് ഞാനിപ്പോ പറയുന്നില്ല, ബോധപൂർവം പറയുന്നില്ല. എന്തായിരിക്കും ആ പേര്? പലരും പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാട്ടുകള്ളന്മാരാണ് ദുരന്തം പോലും വിറ്റ് കാശാക്കുന്നവർ, മോഷ്ടിക്കുന്നവർ, മോഷ്ടാക്കളെ പോലും നാണിപ്പിക്കുന്നവർ, എന്തും ചെയ്യാൻ അറയ്ക്കാത്തവർ. ഈ കാട്ടുകള്ളന്മാർ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഭരണകാലം ജനങ്ങൾ മറന്നു എന്ന ധൈര്യത്തിലാണ്. പവർ കട്ടിന്റെ കാലം, നിയമന നിരോധന ഉത്തരവിന്റെ കാലം, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുടെ കാലം, അരാജകത്വത്തിന്റെ, അഴിമതിയുടെ, ചേരിപ്പോരിന്റെ ആ ഇരുണ്ട കാലം നാട് മറന്നു എന്ന ധൈര്യത്തിൽ ഇറങ്ങി വരികയാണ്.